പല സന്ദർഭങ്ങളിലായി കുത്തിക്കുറിക്കാൻ ഇടവന്ന ചില പാട്ടുകളുടെയും കവിതകളുടെയും പേരിൽ ഇത്രമാത്രം സഹൃദയ ഹൃദയങ്ങളിൽ കൂടുകൂട്ടാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. മാപ്പിളപ്പാട്ട് ഞാൻ എഴുതുന്ന അവസരത്തിൽ പല ആളുകളും എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പ്രോത്സാഹിപ്പിക്കുകയല്ല ഉണ്ടായിരുന്നത്. മൊയിൻകുട്ടി വൈദ്യരുടെയും അതുപോലെ മൺമറഞ്ഞു പോയ പല പ്രതിഭാധനന്മാരുടെയും കവിതകൾ നമ്മുടെ ആളുകളിൽ പലരും വിലയിരുത്തിയത് അതിൻ്റെ പ്രാസദീക്ഷയെ വെച്ചുകൊണ്ടാണ്. വെട്ടിപ്പൊളിച്ച് പറയുകയല്ല ഒരു കവിയുടെ ധർമ്മം. വളരെ ധ്വന്യാത്മകമായി വ്യംഗ്യമായി പറയുന്നവനാണ് കവി. കവി വാക്കുകൾക്ക് വളരെയധികം ലുബ്ധി കാണിക്കേണ്ടവനാണ്. കാത്തു സൂക്ഷിച്ചുള്ള മാങ്ങ കാക്ക കൊത്തുന്നേ, അത് കണ്ട് വ്യസനത്തിലായൻ കൽബ് കത്തുന്നേ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആളുകൾ ഇതിൽ എത്ര കാ വന്നു എന്നാണ് നോക്കിയത്. കാത്തു സൂക്ഷിച്ചുള്ള മാങ്ങ കാക്ക കൊത്തുന്നു, പിന്നെയും കാ, അത് കണ്ട് വ്യസനത്തിലായൻ കൽബ് കത്തുന്നു. ഇങ്ങനെ കുറെ കാ വന്നു. എന്തൊരു മനോഹരമായ സാധനം എന്ന് പറഞ്ഞു. മാപ്പിളപ്പാട്ടിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളെയാണ്. എന്തെങ്കിലും കുറെ വാക്കുകൾ ഇങ്ങനെ, നേരത്തെ എൻ്റെ സുഹൃത്ത് കൃഷ്ണദാസ് അവിടെ നിന്ന് ചില പാട്ടുകൾ സ്വന്തമായി പാടി ഇങ്ങനെ പാടിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ തമാശയായിട്ട്, അങ്ങനെ ആർക്കും എന്തും എഴുതാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ഒരു കാര്യമല്ല ഇത്. കുറച്ചാൾ എഴുതട്ടെ, അത് മറ്റുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാവരും പേന എടുക്കാൻ തുടങ്ങിയാൽ ഞാനിപ്പോൾ ഒരു പാട്ട് പാടി എങ്ങനെ ഇരിക്കും? വല്ല നിങ്ങളാരെയും സഹിക്കുമോ? ഇപ്പം നമ്മുടെ ഡിക്ഷണറി നിഘണ്ടുവിൽ ഉണ്ടാകുന്ന വാക്കുകൾക്ക് എല്ലാം ഓരോ അർത്ഥമുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ഉപരിയായ അർത്ഥം കവിയുടെ ഹൃദയമാകുന്ന നിഘണ്ടുവിലുണ്ട്. ICRCയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട കലാകാരന്മാരെ, നാട്ടുകാരെ, സഹൃദയരായ മറ്റു സജ്ജനങ്ങളെ, നിങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദവും അതിലേറെ അഭിമാനവും തോന്നുകയാണ്. എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് ഞാൻ തരക്കേടില്ലാത്തൊരു വ്യക്തിയാണെന്ന്. ഇത്രമാത്രം ബഹുമാനം അർഹിക്കുന്ന ഒരാളാണോ ഈ ഞാൻ? അത്ഭുതപ്പെടുകയാണ്. കാരണം പല സന്ദർഭങ്ങളിലായി കുത്തിക്കുറിക്കാൻ ഇടവന്ന ചില പാട്ടുകളുടെയും കവിതകളുടെയും പേരിൽ ഇത്രമാത്രം സഹൃദയ ഹൃദയങ്ങളിൽ കൂടുകൂട്ടാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. നിങ്ങളുടെ ഈ ഹൃദയങ്ങളുടെ ഈ സ്വീകരണം ഇതെനിക്കൊരിക്കലും തന്നെ മറക്കാൻ കഴിയുകയില്ല. മാപ്പിളപ്പാട്ട് ഞാൻ എഴുതുന്ന അവസരത്തിൽ പല ആളുകളും എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പ്രോത്സാഹിപ്പിക്കുകയല്ല ഉണ്ടായിരുന്നത്. ഈ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞത് എന്താണ്? ചില സുഹൃത്തുക്കൾ പറയുകയുണ്ടായിട്ടുണ്ട്, തോട്ടിപ്പാട്ടാണ് എന്ന് പോലും, വളരെ നിന്ദ്യമായ രൂപത്തിൽ. പക്ഷെ അപ്പോഴും എനിക്കറിയാമായിരുന്നു മാപ്പിളപ്പാട്ടിനെ കുറിച്ച് മാപ്പിളപ്പാട്ടുകളിലൂടെയും നമ്മുടെ ഇംഗിതങ്ങൾ, നമ്മുടെ പ്രതിഭകൾ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന്. അതിന് തെളിവായിട്ട് മറ്റ് പല പ്രശസ്തരായ പ്രഗത്ഭരായ കവിതകളും സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. മൊയിൻകുട്ടി വൈദ്യരുടെയും അതുപോലെ മൺമറഞ്ഞു പോയ പല പ്രതിഭാധനന്മാരുടെയും കവിതകൾ നമ്മുടെ ആളുകളിൽ പലരും വിലയിരുത്തിയത് അതിൻ്റെ പ്രാസദീക്ഷയെ വെച്ചുകൊണ്ടാണ്. പ്രാസദീക്ഷകൾക്ക് കമ്പി, കഴുത്ത്, വാൽക്കമ്പി എന്നെല്ലാമുള്ള സാങ്കേതിക സംജ്ഞകളുണ്ടായിരുന്നു. അവ മാത്രം പാടി പുകഴ്ത്തി അതിനെ മഹാകാവ്യങ്ങളാണ് എന്ന് പറയാനാണ് ചില ആളുകളെങ്കിലും ഒരുമ്പെട്ടത്.
വാസ്തവത്തിൽ അതല്ലായിരുന്നു. ഈ കവികളൊക്കെയും ചെയ്തിരുന്നത് അവരുടെ വളരെയധികം പ്രതിഭാധനന്മാരായ ആളുകളായതുകൊണ്ട് അവരുടെ രചനകളിൽ, അവരുടെ ഈ മാപ്പിളപ്പാട്ടുകളിൽ കാവ്യങ്ങളെ ധ്വന്യാത്മകമായി ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അത് കാണാൻ നമ്മളെ പല ആളുകൾക്കും സാധിച്ചില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയുമ്പോൾ ഇവിടെ സമയം അതിന് അനുവദിക്കുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ ആകാംക്ഷാഭരിതരായി ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നടക്കാനിരിക്കുന്ന പാട്ടുകൾ ആസ്വദിക്കാൻ വേണ്ടിയാണ്. ആ അവസരത്തിൽ എൻ്റെ പ്രസംഗം ഒരു വിലങ്ങുതടിയാവുകയില്ല എങ്കിൽ മാത്രം ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൊയിൻകുട്ടി വൈദ്യരുടെ പ്രശസ്തമായ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കവിതയിൽ പലയിടങ്ങളിലും പല അത്ഭുതങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരിടത്ത് അദ്ദേഹം ബദറുൽ മുനീറിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. താമര പൂക്കും മുഖത്തെ കണ്ടാലെന്ന്. താമര പൂക്കും മുഖത്തെ കണ്ടാൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം വളരെ വിപുലമായ അർത്ഥമാണ്. ബദറുൽ മുനീറിന്റെ മുഖത്തെ കാണുമ്പോൾ താമര പൂക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. താമര പൂക്കുമോ? അത് പറയാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ, കാവ്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കാളിദാസനെ പോലെയുള്ള മഹാകവികൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ താമര പുഷ്പം സൂര്യന്റെ കാമുകിയാണ് എന്നുള്ളത്. സൂര്യന്റെ കാമുകിയാണ് താമര പുഷ്പം. സൂര്യനെ കാണുമ്പോഴാണ് ഇത് വിടർന്നു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സങ്കല്പമാണ് നമ്മുടെ ആമ്പൽ പൂവുകൾ ചന്ദ്രന്റെ കാമുകിയാണ്. ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് ആമ്പലപ്പൂ വികസിക്കുന്നത്. മൊയിൻകുട്ടി വൈദ്യർ ഇതെല്ലാം തന്നെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് താമര പൂക്കും മുഖത്തെ കണ്ടാൽ എന്ന് പാടുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ബദറുൽ മുനീറിന്റെ മുഖം സൂര്യനാണെന്നാണ്. സൂര്യസദൃശമായ മുഖം, ഇതാണ് ബദറുൽ മുനീറിനുള്ളത്. ഇതെന്തുമാത്രം കാവ്യാത്മകമായ ഒരു പ്രയോഗമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കണം. വെട്ടിപ്പൊളിച്ച് പറയുകയല്ല ഒരു കവിയുടെ ധർമ്മം. വളരെ ധ്വന്യാത്മകമായി, വ്യംഗ്യമായി പറയുന്നവനാണ് കവി. കവി വാക്കുകൾക്ക് വളരെയധികം ലുബ്ധി കാണിക്കേണ്ടവനാണ്. വളരെ പിശുക്കനായിരിക്കണം കവി വാക്കുകളുടെ കാര്യത്തിൽ. അതുകൊണ്ട് ആ പിശുക്കാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചത്. അദ്ദേഹം സൂര്യനെന്ന് പറയുന്നേയില്ല, എന്നിട്ടും പറയുന്നു സൂര്യനെന്ന്. പറയാതെ പറയുകയാണ്. ഇങ്ങനെയുള്ള അത്ഭുതകരമായ പല കാര്യങ്ങളും ഈ കാവ്യതല്ലജങ്ങളുടെ വരികൾക്കിടയിൽ കവി ഒളിച്ചു വെച്ചതിനെ കാണാൻ നമ്മുടെ ആളുകൾക്ക് കാണാതെ പോയി എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആളുകൾ പലപ്പോഴും ഇതിലൊക്കെ വളരെയധികം വിമുഖത കാണിച്ചിട്ടുള്ള ആളുകളാണെന്ന് ഈ വേദിയിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മൊയിൻകുട്ടി വൈദ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല കവിതകളുടെ കാര്യത്തിൽ. ഒരു ഉദാഹരണം നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ ഒരു പാട്ട് ഞാൻ പറയാം. കാത്തു സൂക്ഷിച്ചുള്ള മാങ്ങ കാക്ക കൊത്തുന്നി, അത് കണ്ട് വ്യസനത്തിലായൻ കൽബ് കത്തുന്നി. പാടിപ്പതിഞ്ഞ ഒരു പാട്ടാണ്. കാത്തു സൂക്ഷിച്ചുള്ള മാങ്ങ കാക്ക കൊത്തുന്നി, അത് കണ്ട് വ്യസനത്തിലായൻ കൽബ് കത്തുന്നി. ഇത് കേട്ടപ്പോൾ നമ്മുടെ ആളുകൾ ഇതിൽ എത്ര കാ വന്നു എന്നാണ് നോക്കിയത്. കാത്തു സൂക്ഷിച്ചുള്ള മാങ്ങ കാക്ക കൊത്തുന്നു, പിന്നെയും കാ, അത് കണ്ട് വ്യസനത്തിലായൻ കൽബ് കത്തു. ഇങ്ങനെ കുറെ കാ വന്നു. എന്തൊരു മനോഹരമായ സാധനം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ കവിത വളരെ വലിയ ആശയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വ്യംഗ്യഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഒരു കവിതയാണ്.
നമ്മുടെ ആധുനിക കവികൾ ചെയ്യുന്നത് പോലെ ശരിക്കും ഛന്ദസ്കൃതമായി ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണത്. വാസ്തവത്തിൽ ഈ പാട്ടിൽ കാക്കയുമില്ല മാങ്ങയുമില്ല എന്നുള്ളതാണ് സത്യം. കാത്തുവെച്ചുള്ള മാങ്ങ കാക്ക കുത്തുന്ന മാങ്ങയില്ല, കാക്കയില്ല. പിന്നെ എന്താണ്? വിരഹാർത്തനായ ഒരു കാമുകന്റെ വിലാപമാണ് ആ കവിത. ഒരാൾ വളരെ ചെറുപ്പത്തിലെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ആ പെൺകുട്ടിയെ വളരെ കാലത്തിന് ശേഷം മറ്റൊരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോവുകയാണ്. ഇത് ഇയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അയാൾ പറയുകയാണ്, കാത്തു സൂക്ഷിച്ചുള്ള മാങ്ങ കാക്ക കൊത്തുന്നു. കാക്ക എന്ന് പറയുന്നത് വേറൊരാളെ കൊണ്ടാണ്, വേറെ ഈ പുതുതായിട്ട് വന്ന പുതിയാപ്പിളയെ കൊണ്ട്. അത് കണ്ട് വ്യസനത്തിലായൻ കൽബ് കത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ എത്ര കാവുണ്ടെന്ന് എണ്ണി നോക്കി ഇതിനെ നിരൂപണം ചെയ്തിട്ടുള്ള പമ്പര വിഡ്ഢികൾ ഈ മാപ്പിളപ്പാട്ട് ഇതിനെ വിലയിരുത്തുന്ന കൂട്ടത്തിൽ ഉണ്ടായെന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. ഞാനിത് ഇത്രയും പറയേണ്ടി വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ തിരക്കിടില്ലെന്ന് ഒരു തോന്നൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ്. നിങ്ങളൊക്കെ പറയുന്നത് വളരെ പ്രഗത്ഭനായ ഒരു കവി ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പറയുകയെന്നൊക്കെ പറയുമ്പോൾ അല്പം എന്തെങ്കിലും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് നമ്മുടെ മാപ്പിളപ്പാട്ടുകളെ വിലയിരുത്തുന്ന കാര്യത്തിൽ പല ആളുകൾക്കും പല വങ്കത്തരങ്ങളും പലരും ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കേട്ടിരിക്കും, കല്ലായി കടപ്പുറം കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കർ എല്ലായി പോയതറിഞ്ഞില്ലേ എന്നൊരു പാട്ട്. എങ്ങനെ? കല്ലായി കടപ്പുറം കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കർ എല്ലായി പോയതറിഞ്ഞില്ലേ. ഇതിവിടെ കേട്ടിട്ട് വളരെ ഹർഷപുളകിതരായിട്ട് ചില ആളുകൾ പറഞ്ഞത് കല്ലായി, പിന്നെ അവർ എല്ലായി. എന്തൊരു മനോഹാരിതയെന്നാണ്. വാസ്തവത്തിൽ അതല്ല. കല്ലായി കടപ്പുറത്ത് ഒരു കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കർ എന്ന് പറയുന്ന ആൾ പ്രണയവിവശനായിട്ട് ഉരുകി എല്ലായിപ്പോയെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഊണും ഉറക്കവുമില്ലാതെ വളരെയധികം വിഷമിച്ച് എല്ലായിപ്പോയി. ഇത് കാണാതെ കല്ലായി എല്ലായി എന്നുള്ളത് നോക്കി നടന്ന നമ്മുടെ ആളുകൾ. ഇങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ നമ്മുടെ ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വളരെ ലളിതമായി മാപ്പിളപ്പാട്ടുകൾ തോന്നുമായിരിക്കും, പക്ഷേ അത്ര ലളിതമായി തോന്നുന്നത് കൊണ്ട് അത് എഴുതാൻ ലാഘവ ബുദ്ധി മതി എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. മാപ്പിളപ്പാട്ട് വളരെ ക്ഷിപ്രസാധ്യമായ ഒരു രചന അല്ല. മാപ്പിളപ്പാട്ടിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വികാരങ്ങളെയാണ്. എന്തെങ്കിലും കുറെ വാക്കുകൾ ഇങ്ങനെ, നേരത്തെ എൻ്റെ സുഹൃത്ത് കൃഷ്ണദാസ് അവിടെ നിന്ന് ചില പാട്ടുകൾ സ്വന്തമായി പാടി ഇങ്ങനെ പാടിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ തമാശയായിട്ട്. അങ്ങനെ ആർക്കും എന്തും എഴുതാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ഒരു കാര്യമല്ല ഇത്. ഇതൊരു സാഹിത്യ ശാഖയാണ്, മലയാള കവിതയുടെ ഒരു ശാഖയാണ് മാപ്പിളപ്പാട്ട്. നേരത്തെ ഇവിടെ എൻ്റെ സുഹൃത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. തിരൂരങ്ങാടിയിൽ സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് സാഹിത്യ സെമിനാറിനെ കുറിച്ചൊക്കെ പാറക്കടവ് ഇവിടെ പറയുകയുണ്ടായല്ലോ. അന്നൊക്കെ തന്നെയും ഇക്കാര്യം ചില ആളുകൾ, ഉബൈദ് സാഹിബിനെ പോലെയുള്ള മഹാരഥന്മാരായ കവികൾ, ഉബൈദ് സാഹിബിനൊക്കെ നമുക്ക് മനസ്സിലായിട്ടില്ല സുഹൃത്തുക്കൾ, പലപ്പോഴും നമ്മൾ അക്കാര്യത്തിലൊക്കെ പരാജയമാണ്. അദ്ദേഹത്തിന്റെ വളരെ വലിയ ആഴമില്ലാത്ത കവിതകളെയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു പുകഴ്ത്താറുള്ളത്. വളരെ അത്യഗാധതയിലേക്ക് ആണ്ടിറങ്ങാൻ പറ്റിയ വരികളുള്ള കവിതകൾ നമ്മൾ വിസ്മരിച്ചു കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, രാവാം കരിങ്കാളി പെണ്ണിൻ വയറ്റിൽ വിഭാതം പിറക്കുന്നു എന്ന് എഴുതിയ കവിയാണ് ഉബൈദ്. രാവാകുന്ന കരിങ്കാളി പെണ്ണിന്റെ വയറ്റിലാണ് വിഭാതം എന്ന് പറയുന്ന പുലർകാലം പിറക്കുന്നത്. ഇതെഴുതാൻ സാധാരണക്കാർക്ക്, ഇപ്പൊ നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞ കർണശല്യങ്ങളായ പാട്ടുകൾ എഴുതുന്ന ആളുകൾക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിനൊക്കെ അനിവാര്യമായിട്ടുള്ളത് ജന്മസിദ്ധമായ പ്രതിഭയാണ്.
അങ്ങനെ ജന്മസിദ്ധമായ പ്രതിഭ എല്ലാ ആളുകൾക്കും ഉണ്ടാകണമെന്നൊരു നിർബന്ധവും പിടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചാൾ എഴുതട്ടെ, അത് മറ്റുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. എല്ലാവരും പേന എടുക്കാൻ തുടങ്ങിയാൽ ഞാനിപ്പോൾ ഒരു പാട്ട് പാടി എങ്ങനെ ഇരിക്കും? അവല്ല നിങ്ങളാരെയും സഹിക്കുമോ? സഹിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഈ ശബ്ദത്തിൽ ഞാൻ ഒരു പാട്ട് പാടി എങ്ങനെ ഇരിക്കും? നേരെ മറിച്ച് കൃഷ്ണദാസോ പീർ മുഹമ്മദോ സിബിലയോ പാടിയാൽ അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കാരണം അവർ അനുഗ്രഹീതരായ ഗായകന്മാരും ഗായകന്മാരുമാണ്. സിബില പാട്ട് പാടി ഇത്ര ഉറുപ്പ്യ സമ്പാദിച്ചിട്ടുണ്ട്, ഞാനും തുടങ്ങാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാകുക? ഇന്ന് പലപ്പോഴും കാണുന്ന ഒരു സമ്പ്രദായം. ഇപ്പോൾ ഇന്ന് ആളുടെ ദൂരദർശനിൽ, റേഡിയോയിൽ, കാസറ്റുകളിൽ, മറ്റ് സിനിമകളിലൊക്കെ പാട്ടിങ്ങനെ അത് നല്ല വരവാ, നല്ല സാമ്പത്തിക ഭയങ്കരമായി പോയില്ലേ? അതുകൊണ്ട് ഇനി ഞാനും തുടങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മദാറെ തുടങ്ങേണ്ട കാര്യമല്ല ഇത്. കാരണം ഇത് ഒരു സിദ്ധിയുടെ കാര്യമാണ്. ഞാൻ നേരത്തെ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുകയുണ്ടായി. ഈ കവി എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ അർത്ഥതലം തന്നെ വേറെയാണ്. ഇപ്പം നമ്മുടെ ഡിക്ഷണറി നിഘണ്ടുവിൽ ഉണ്ടാകുന്ന വാക്കുകൾക്ക് എല്ലാം ഓരോ അർത്ഥമുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ഉപരിയായ അർത്ഥം കവിയുടെ ഹൃദയമാകുന്ന നിഘണ്ടുവിലുണ്ട്. ഇപ്പോൾ ശില എന്ന വാക്ക്, ശില എന്ന വാക്കിന്റെ അർത്ഥം കല്ല് എന്നാണ്. പക്ഷേ കവിക്ക് ശില വെറും കല്ലല്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ, മഹാകവി മൊയിൻകുട്ടി വൈദ്യരോ മഹാകവി കാളിദാസനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതിഭാധനന്മാരായ എഴുത്തുകാർ അവരുടെ പ്രിയപ്പെട്ട കഥാപാത്രത്തെ, ഇപ്പൊ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കവിതയിലെ ഹുസ്നുൽ ജമാൽ എന്ന കഥാപാത്രത്തെ വിശ്വൈക സൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കഥാപാത്രത്തെ മൊയിൻകുട്ടി വൈദ്യർ കൊണ്ടുപോയ ഒരു കല്ലിന്റെ മുകളിൽ ഇരുത്തുകയില്ല, മറിച്ച് ശിലയുടെ മുകളിൽ ഇരുത്തിയേക്കും. എന്താ ശിലയും കല്ലുമായിട്ടുള്ള വ്യത്യാസം? അത് നിങ്ങളുടെ സഹൃദയത്വത്തിന് ഞാൻ വിട്ടുതരികയാണ്. കാരണം കല്ല് എന്ന് പറയുമ്പോൾ ഒരു പരുക്കൻ സ്വഭാവം നമ്മുടെ മനസ്സിൽ വരുന്നില്ല. ശില എന്ന് പറയുമ്പോൾ ഒരു മിനുസപ്പെടുത്തിയ മിനുമിനുത്ത കല്ലായും തോന്നില്ലേ? അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കഥാപാത്രത്തെ അല്ലെങ്കിൽ വളരെ പ്രിയപ്പെട്ടതിനെ കല്ലിന്റെ മുകളിൽ വെക്കുന്നതിന് പകരം ശിലയുടെ മുകളിലെ വെക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള അർത്ഥവ്യത്യാസങ്ങൾ നമ്മുടെ നിഘണ്ടുവിൽ കാണുന്ന അർത്ഥത്തിന് അപ്പുറമുള്ള അർത്ഥം കവിക്കുണ്ടാകണം. ആപ്റ്റ് വേർഡ്സ് എന്ന് പറയുന്ന തത്തുല്യമായ പദങ്ങൾ പ്രയോഗിക്കുന്നവനാകണം കവി എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് നമ്മുടെ പ്രതിഭാധനന്മാരായ ഇന്നും ജീവിച്ചിരിക്കുന്ന പല എഴുത്തുകാരും കാണിക്കാറുള്ളതാണ്. നമ്മുടെ ഭാസ്കരൻ, പി ഭാസ്കരൻ മാസ്റ്റർ, ONV, യൂസഫ് അലി കേച്ചേരി, ഇങ്ങനെ ഒരുപാട് കവികൾ നമുക്ക് അനുഗ്രഹീതരായ എഴുത്തുകാരുണ്ട്. അവരുടെയൊക്കെ കവിതകളുമായി നമ്മൾ ഇടപഴകി കഴിഞ്ഞാൽ ഏതാണ് കാക്ക ഏതാണ് കുയിലെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുക. നമ്മൾ എങ്ങനെ എഴുതണം അല്ലെങ്കിൽ അഥവാ എങ്ങനെ എഴുതാതിരിക്കണമെന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ പറയാൻ കാരണം, ഇത്രയും മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം, മാപ്പിളപ്പാട്ടുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ഞാൻ ഈ ഖത്തറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാപ്പിളപ്പാട്ടിനെ ആസ്വദിക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അതിനെക്കുറിച്ച് അല്പസ്വല്പം പറയാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ ക്ഷമ പരിശോധിക്കലായി പോകുമെന്ന് കരുതിയത് കൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട 2 കലാകാരന്മാരെ നിങ്ങൾ ഇവിടെ ആദരിച്ചിരിക്കുകയാണ്. എന്നെയും കൃഷ്ണദാസിനെയും സിബിലയെയും പീർ മുഹമ്മദിനെയും നിസാമിനെയും അതുപോലെയുള്ള മറ്റ് കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ ആദരിച്ചതിനേക്കാൾ എനിക്ക് സന്തോഷവും സംതൃപ്തിയും തോന്നുന്നത് അവരെ ആദരിച്ചതിലാണ്. കാരണം നിങ്ങളുടെ ഇടയിൽ കലാപ്രവർത്തനം നടത്തി നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഈ പ്രതിഭാധനന്മാരെ നിങ്ങൾ വേണ്ട വിധത്തിൽ ആദരിച്ചു എന്ന് കാണുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായി എനിക്ക് തോന്നുകയാണ്.
ഇവിടെ നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് പാറക്കടവ് പറഞ്ഞു ഏതോ ഒരു കലാകാരനെ വിട്ടുപോയ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേ സമയത്ത് എല്ലാ ആളുകളെയും ആദരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ന്യൂനതയായി കാണരുതെന്നും അടുത്ത സന്ദർഭത്തിൽ തീർച്ചയായും അർഹിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടത്ര പ്രോത്സാഹനം കൊടുക്കാൻ ഈ ഊർജ്ജസ്വലരായ പ്രവർത്തകന്മാർക്ക് സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് എം ബഷീർ. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ആശംസാ പ്രസംഗം നടത്തിയ പാറക്കൽ അബ്ദുള്ള തുടങ്ങിയ സ്നേഹിതന്മാർ, എൻ്റെ നാട്ടുകാരും വളരെയധികം നേരത്തെ തന്നെ ബന്ധമുള്ളവരുമാണ് അവരെല്ലാം കൂടി സഹകരിച്ചിട്ടുള്ള ഈ വേദിയിൽ വളരെ വിനീതനായി നിൽക്കാനും നിങ്ങളുടെ ഉപഹാരം ഏറ്റുവാങ്ങാനും സാധിച്ചത് പുണ്യമായി ഞാൻ കണക്കാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സർവ്വവിധ മംഗളങ്ങളും ഞാൻ നേരുകയാണ്. നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.